ഹായ് ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിഷയങ്ങൾ? ഇതൊരു ലോങ് വീഡിയോ കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റും ലൈക്കൊക്കെ തരുമുണ്ടോ. എല്ലാവരും ഇൻഫ്ലുവൻസറെ പോലെ ഒന്നും എനിക്കിങ്ങനെ എഡിറ്റിങ്ങും ഒന്നും അറിയില്ല. അതേപോലെ തന്നെ ഇല്ലേ നമ്മൾ പക്ക പറയാം, നമ്മൾ നോണ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നല്ല എഡിറ്റിങ്ങൊന്നും ചെയ്യുന്ന ആളല്ല. ഇന്നെക്കൊണ്ട് വയ്ക്കണ ചെറിയ എഡിറ്റിങ് മാത്രമേ ഉള്ളൂ വയ്ക്കുള്ളൂ. എന്നോട് പല ആൾക്കാരും പറയേണ്ട എഡിറ്റിങ് ചെയ്താൽ മാത്രമേ വ്യൂസ് കിട്ടുള്ളൂ എന്ന്. എന്നെക്കൊണ്ട് വയ്ക്കണ പോലെ ഇൻഷാല്ലാ ഞാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലാ ഇനി നേരാവുന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ രാവിലെ പൂരി അതേപോലെ തന്നെ ബീഫ് ഉണ്ടായിരുന്നു കുറച്ച് വെച്ചതൊന്ന് പെരുന്നാൾക്ക് വെച്ചത് ആവുമ്പാടെ രണ്ട് കേങ്ങ് ഇട്ടുങ്ങാണ്ട് അങ്ങനെ വെക്കാമെന്ന് കരുതിയിട്ടോ. പിന്നെ നിന്നാട്ടോ ഒരു സ്കൂൾ തുറക്കണത്. ഒരു എന്താ പറയുക, CBSE സ്കൂളാവുകൊണ്ട് എന്താ അറിയില്ല, ഒരു അസ്മി സ്കൂളാണ്. അതുകൊണ്ട് ഓൾക്ക് ഇന്നാ തുറക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ജൂൺ 3-ാം തീയതി ആട്ടോ തുറന്നത്. ഇന്നാണ് ഓൾക്ക് സ്കൂൾ തുറക്കണം. അപ്പോൾ സ്കൂൾ തുറക്കണതിൻ്റെ ആ ഒരു തിരക്കും ഒക്കെ പാടില്ല. ഓനാണെന്നുണ്ടെങ്കിൽ അവൽ സുബൈക്ക് നീശു ചെയ്തുക്കും കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 5:30-5:15 ടൈമിൽ ഇക്ക പോണ സമയത്ത്, ഷോപ്പിക്ക് പോണ സമയത്ത് ഓൻ നീച്ചു കുത്തിരി നിൽക്കണം. രാവിലെ തന്നെ 6:15 ഇപ്പോൾ ഓനക്ക് വത്തക്ക വേണമെന്ന് അറിഞ്ഞങ്ങാണ്ട് അത് മുറിച്ച് കൊടുക്കണം കേട്ടോ. വത്തക്ക വേണമെന്നാണ് പറയണത്. പിന്നെ ഇന്നലത്തെ കുറച്ച് 3 മീനുണ്ടാകുന്നുണ്ട് പൊരിച്ചങ്ങാണ്ട് ഇക്കാക്കില്ല ഫുഡ് വെച്ചങ്ങാണ്ടാണ് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ അവിടുന്ന് വന്നപ്പോൾ തന്നെ 1:15-1:10 കഴിക്കണം കേട്ടോ. പിന്നെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കട്ടോ. മഴ തുടങ്ങിയതല്ലേ, ഇപ്പോൾ ജൂണായില്ല ഇപ്പോൾ. അപ്പോൾ മഴയൊക്കെ നല്ലോണം ഇട്ടെന്ന്. സ്കൂളിൽ പോകുന്ന ദിവസം തന്നെ മദ്രസക്ക് പോകുമ്പോൾ തന്നെ മഴ ഉണ്ട് നല്ലോണം. പിന്നെ ഞാൻ തിരുമ്പലെ നേരത്തെ കഴിച്ചുക്കണം കേട്ടോ. 6:15 6:10 തിരുമ്പലും കഴിഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് മദ്രസക്ക് പോകുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഓനെ എളുപ്പം വിളിച്ചു കേട്ടോ. ഓനക്കാണെങ്കിലോ മദ്രസ ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിലോ ഓന് പെട്ടെന്ന് നീച്ചു. മദ്രസ ഇല്ല ദിവസമാണെന്നുണ്ടെങ്കിൽ 10 വട്ടം വിളിച്ചാലും ഓൻ നീച്ചൂല കേട്ടോ. ഓനങ്ങനെ കേട്ടോ. ഓനക്കാണെന്നുണ്ടെങ്കിൽ പനി കേട്ടോ. ഇന്ന് രാവിലെ ഇപ്പോൾ പനി തുടങ്ങിയത്. സ്കൂളിൽ പോകുമ്പോൾ അല്ലാണ്ടായിരുന്നില്ല. പിന്നെ കൂടി വരൽ തുടങ്ങി. പിന്നെ ഛർദിയും പനിയും ഓനക്ക് തല മിന്നാണെന്നൊക്കെ പറയണത്. എല്ലായിടത്തും പനിയുള്ളതല്ലേ. പിന്നെ തോലിക്ക് രണ്ടാൾക്കും 2 കുപ്പി വെള്ളം കൊടുത്ത് നോക്കണം കേട്ടോ. എനിക്ക് രണ്ടാൾക്ക് പോകണം. ഒരു കുപ്പി ആയി കഴിഞ്ഞാൽ അടിയാക്കാനാകട്ടെ. അതിൻ്റെ കുപ്പി ഓൻ്റെ കുപ്പി കാരണം കൊണ്ട്. അപ്പോൾ പിന്നെ 2 കുപ്പി കയറി 2 കുപ്പി കൊടുത്ത ശേഷം കുഴപ്പമില്ല. അപ്പോൾ രണ്ടാൾക്ക് 2 കുപ്പി ഇട്ടോ. ഒരു നല്ലോണം വെള്ളം കുടിക്കോട്ടെ. രാത്രി ഓൽക്ക് ഒന്നുറങ്ങിച്ചാലൊക്കെ നല്ലോണം വെള്ളം കുടിക്കും കേട്ടോ. പിന്നെ ഓന് നെയ്ച്ച് കഴിക്കാൻ ചോദിച്ചാണ് ഇപ്പച്ചി എനിക്ക് സ്നാക്സ് കൊണ്ടുപോകാനും കൊടുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോൾ ആ സ്നാക്സ് ബോക്സ് ഞാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടോ. ഓനിപ്പോൾ LKG UKG കഴിഞ്ഞിട്ട് 1-ാം ക്ലാസ് കേട്ടോ. പിന്നെ അതാ മദ്രസക്ക് പോകാൻ വേണ്ടി ബ്രഷ് ഇതൊക്കെ എടുത്തു കൊടുത്തു. അതേപോലെ തന്നെ ഓനക്ക് മദ്രസക്ക് പോകാനുള്ള പാൻറ്റും ഷർട്ടൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിന് തിരിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതാ അവിടെ വെള്ളം തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അരി ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അതാ ഞങ്ങൾക്ക് ചിമ്മണില്ല കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഇനി ഇത് ഈ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും പേരെ കയറ്റിയിട്ടുള്ളൂ ഒന്നേ പറയുന്നുള്ളൂ. പെട്ടെന്ന് ചിമ്മണി ഉണ്ടാക്കിക്കൊണ്ടു. ചിമ്മണി കയറ്റാതെ ചിമ്മണില്ലാതെ പെര കയറ്റത് എന്ന് വെച്ചാൽ പുകയില്ലാത്ത അടുപ്പാണ് പറഞ്ഞാലും എങ്ങനെയെങ്കിലും പുക ഉണ്ടാവും. എൻ്റെ ഇതുണ്ടല്ലേ, ഞങ്ങൾക്ക് പറ്റിയൊരു വലിയൊരു ഫാൾട്ടാട്ടെ പെര കയറ്റിയപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. ആരെങ്കിലും പെര കയറ്റിട്ടുണ്ടെങ്കിൽ പുകയില്ലാത്ത അടുപ്പാണെന്നുണ്ടെങ്കിൽ ചിമ്മണി ഉണ്ടാക്കിക്കൊണ്ടു. ഏറ്റവും നല്ലതാണ്. ചിമ്മണി ഇല്ലെങ്കിൽ ആകപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പുകയില്ലാത്ത അടുപ്പാണെന്നുണ്ടെങ്കിലും. പിന്നെ അതാ ഒന്ന് മദ്രസക്കൊക്കെ പോകാണ്ടി കുടയൊക്കെ കൊടുത്തിട്ടോ. സലാം പറയാൻ പറഞ്ഞപ്പോൾ സലാമൊക്കെ പറയുന്നുണ്ട്. രാവിലെ ഇങ്ങനെ മദ്രസക്ക് പോകുമ്പോൾ എനിക്ക് ഒരുമാതിരി തന്നെ ഉറക്കത്തിൽ നീച്ചിക്കല്ല. അതാണ് വലിയ ഉഷാറൊന്നും ഇല്ലാതെ കേട്ടോ. പിന്നെ ഞാൻ ചായ കൊടുത്തത് കടിയൂരെന്നും കഴിക്കൂല കേട്ടോ. നമ്മൾ പെരുന്നാക്കത്തെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ചെയ്ത സമയത്ത് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്താ ഉഷാറില്ലാത്ത എന്ത് പറ്റിയെന്ന്. എനിക്കന്ന് തലവേദനയൊക്കെ ആയിരുന്നു. പെരുന്നാൾക്ക് അത്രയും പണികളും തിരക്കുകളും ഒക്കെ പട കഴിഞ്ഞങ്ങാണ്ട് പിറ്റേ ദിവസം ഞാനത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തൊക്കെ അപ്പോൾ അതിൻ്റെ പാടിയിരുന്നു. പിന്നെ അത് ചെയ്യാതിരിക്കാനും പറ്റില്ല. നമ്മൾ ഇത്ര ഇടങ്ങാണ്ട് വീഡിയോ എടുത്തുങ്ങാണ്ട്. അപ്പോൾ എനിക്ക് തലവേദനയായിരുന്നു. അതായിരുന്നു തീരെ ഉഷാറൊന്നുമില്ലായത്. പിന്നെ അത് ചോറ് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ചോറ് ഊറ്റി. അതേപോലെ തന്നെ വഴുതനങ്ങയും ക്യാരറ്റും പാടം മിക്സാക്കിങ്ങാണ്ട് ഒരു പെരി വെച്ച് കേട്ടോ. അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നിൽക്ക് വരുമ്പോൾ രാത്രി പച്ചക്കറിയൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ 3 മീനുണ്ടല്ലോ അത് പൊരിച്ചങ്ങാണ്ട് ഇക്കൊക്കെ കൊടുക്കും. ഇക്ക ബീഫ് കൂട്ടൂല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇക്ക ബീഫ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പം അല്ലെങ്കിലും ഇക്കാക്ക് വേറെ കൂട്ടാനുണ്ടാക്കണം. മീനോ അല്ലെങ്കിൽ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട ഉള്ളിക്കൂട്ടാനോ തക്കാളി കൂട്ടാനോ. ഇക്കാക്ക് ബീഫ് ഇഷ്ടമല്ല. ബീഫിൻ്റെ ചോരും മണമൊന്നും കേൾക്കണ ഇക്കാക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഷോപ്പിൽ പോയ സമയത്താണ് ഞാൻ ബീഫൊക്കെ വെക്കട്ടെ. ഇക്കാക്ക് അതിൻ്റെ ചൂരൊക്കെ ഇട്ടാൽ ഭയങ്കര
ഇതാട്ടോ. അങ്ങനെ ഇന്നെ കെട്ടുന്ന സമയത്ത് തന്നെ എനിക്ക് ചെറുപ്പം മുതലേ ബീഫ് കഴിക്കൂല. ബീഫ് ആട് അവൻ നിൽക്കുക കഴിക്കൂല. ചിക്കനിന് 2-3 കഷ്ണമൊക്കെ കഴിക്കൂല, അതും അധികം കഴിക്കൂല. ഇക്കാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ചോറും അതേപോലെ തന്നെ മീൻകറി, മീൻ പൊരിച്ചത്, ഇപ്പേരി, സമ്മന്തി, ഇതൊക്കെ ഇക്കാൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡുകൾ കേട്ടോ. പിന്നെ ദോശ, കടലക്കറി, നമ്മളെ ഈ ബീഫ്, അതേപോലെ തന്നെ പൂളിയും ബീഫൊക്കെ ഉണ്ടല്ലോ, ഒന്നും ആൾക്ക് ഇഷ്ടമല്ലോ. ഇങ്ങനെ മത്തനെല്ലാം താളിച്ചത്. ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ആ ഒരു പണ്ടത്തെ ആ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ എന്നോട് നല്ലത് അതല്ലേ ചോദിച്ചു. ആളങ്ങനെ പുറത്തുനിന്ന് കൂടുതൽ ഈ ഫാസ്റ്റ് ഫുഡുകളൊന്നും മേടിച്ച് കഴിക്കൂല കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ വീട്ടിൽ പോകാറുമില്ല. ഇക്കാക്ക് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഇക്കാക്ക് ഫുഡ് ശരിയാവില്ല. ഞാൻ ഇക്കാക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുക. അതേപോലെ തന്നെ ഇക്ക ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങളൊന്നും കേൾക്കില്ല. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പല ശബ്ദങ്ങളും കേൾക്കും. ബലാണെന്നുണ്ടെങ്കിൽ വലിയവനവിടെ കിടക്കുകയാണ്. അപ്പോൾ ചെറിയോന് പോയിട്ട് ഇങ്ങനെ ഒച്ചണ്ടാക്കി കൊണ്ടിരിക്കണം. അവൻ്റെ കളിപ്പാട്ടങ്ങൾ കട്ടൊക്കെ എടുത്തുകൊണ്ട് അവൻ്റെ മേത്ത് കൂടെ ഇതാക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഒച്ചക്കങ്ങൾ കേൾക്കുന്നുണ്ടാവും. നമുക്ക് ഇന്ന് തന്നെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ആക്കണം എന്ന് കരുതിയിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ദിവസേന നമ്മൾ ലോങ് വീഡിയോ ഷൂട്ട് ചെയ്ത് അത് അപ്ലോഡ് ആക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഷാല്ലാ അത് ചെയ്യണം വെച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ അപ്ലോഡ് ആക്കാത്തത്. പിന്നെ അത് നമ്മൾ അടുക്കളയിലത്തെ കുറേ പാത്രങ്ങൾ കണ്ടായിരുന്നു. അതൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് വീതനൊക്കെ തുടച്ചിട്ട് കൂടെ 8 ആയപ്പോഴത്തേനുള്ള അടുക്കളയിൽ നിന്ന് പോന്നു കേട്ടോ. 8:15 8 ആയപ്പോഴത്തേന്. പിന്നെ എന്താ ഒരു ഫോൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഫോൺ ഉണ്ട് കേട്ടോ. ഇവിടെ വൈഫൈയിൽ റീചാർജ് കഴിഞ്ഞിട്ടോ. ഇന്നലെ രാത്രി കഴിഞ്ഞത്. ഇൻഷാല്ലാ നാളെ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിന്നെ എന്താ ഓനിക്ക് 2 സ്നാക്സും വെള്ളമൊക്കെ ആക്കിയിട്ടോ. എനിക്ക് സ്നാക്സ് ഞാൻ തണ്ണിമത്തനും അതേപോലെ തന്നെ വെള്ളമാക്കി കൊടുത്തുകൊണ്ടോ. പുതിയ ബാഗിൽ നിന്ന് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് ഓന് കൊണ്ടേ തീരും കേട്ടോ. ഞാൻ പറഞ്ഞു ഒന്ന് ഉച്ച വരെയുള്ള 1 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. മീറ്റിങ്ങിന് ഞങ്ങൾ പോയ സമയത്ത് ഞാൻ മൂത്തച്ഛൻ പോയ സമയത്ത് ഞങ്ങൾ പിന്നാലെ പോരും ചെയ്തേക്കണു. ഓള് ഓഫീസിലേക്കും പോയി, ഞങ്ങൾ 3 ഇങ്ങോട്ടും പോന്നു കേട്ടോ. അപ്പോൾ ഞാനോട് കുറേ പറഞ്ഞതാണ് ഇത് കൊണ്ടുപോകേണ്ട ബാഗ് കൊണ്ട്. അപ്പോൾ മഴയൊക്കെ ആവുകൊണ്ട് ആകെ നഞ്ഞങ്ങാണ്ടായിരുന്നു കേട്ടോ ബാഗൊക്കെ. മഴയില്ല. അപ്പോൾ ഈ വലിയൊരു ബാഗാണേന് നമ്മൾ ചെറിയ ബാഗിലിട്ട് കൊണ്ടുപോകാറപ്പോൾ എല്ലാ കുട്ടികളും പുതിയത് കൊണ്ടുവരുമ്പോൾ ഞാൻ പഴയത് മാത്രമാക്കാരെന്ന് പറഞ്ഞിട്ട് അവർക്ക് പുതിയ തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഞാനും എൻ്റെ മൂത്തച്ഛിക്ക് ആ ഒരു കുട്ടി തന്നെ ഉള്ളൂ. ആ കുട്ടി അവനും 2ക്കും ഇവനൊന്നിക്കാം കേട്ടോ. ഞങ്ങൾ 4 പാടെ പോയിട്ടുണ്ടായിരുന്നു. ചെറിയോനെ ഇമ്മേട്ട നോക്കി തറവാട്ടൊക്കെ കൊണ്ടാക്കിക്കായിരുന്നു കേട്ടോ. അങ്ങനെ പോകുമ്പോൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഉമ്മേട്ട നോക്കലും ഇക്കാരുടെ ഉമ്മേട്ട നോക്കലും. പിന്നെ അതാ ഞാൻ എനിക്ക് മാറ്റി കൊടുക്കാനൊക്കെ ഓനാണ് വീഡിയോ കാണുന്നതിൻ്റെ തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഫോണാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റിക്ക് ആവുകൊണ്ട് അവിടെ വെച്ചാലും നിൽക്കുന്നില്ല കേട്ടോ. മറ്റവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് പിടിച്ചങ്ങാണ്ട് മണ്ടും വേണം കേട്ടോ. വൈഫൈ ഇല്ലാത്തതുകൊണ്ട് ഈ ഫോൺ ഇപ്പോൾ നെറ്റ് കയറ്റിക്കണം. നമുക്ക് 2-3 ദിവസം വീഡിയോ അപ്ലോഡ് ആക്കേണ്ടതെന്ന് കരുതിയിട്ട് നമ്മളിതൊക്കെ അധികം നെറ്റ് കയറ്റിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഫോണിന് എല്ലാവർക്കും വേണം. മറ്റേ ഫോൺ ആർക്കും വേണ്ട. അതിൽ നെറ്റില്ല. വൈഫൈ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആ ഫോൺ വേണ്ടുള്ളൂ. അതുകൊണ്ട് ടി വിയും മറ്റേ ഫോണില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഈ ഫോണിന് വേണ്ട. അപ്പോൾ പാടെ ഷൂട്ട് ചെയ്യലും എല്ലാം പാടെ നമുക്കിതിൽ നടക്കണില്ല കേട്ടോ. ഇത് പിന്നെ ഓട്ടോറിക്ഷ നോക്കി കയറിപ്പോയിട്ടോ. അവന് 9:50 പോയി 10 മണിക്ക് മീറ്റിംഗ് കണ്ടു. അപ്പം തന്നെ ഞാൻ മതിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാതിലും പൂട്ടിങ്ങാണ്ട് കുട്ടീനെ അവിടെ നമ്മൾ രാവിലെ തന്നെ മടത്ത് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയി മൂത്തച്ഛൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, വീഡിയോസുകൾ കണ്ടില്ല. അവിടുന്ന് ഓള് വന്നിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഓട്ടോറിക്ഷ കേട്ടോ പോയതും. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ വാതിലൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങിയിട്ടോ. പിന്നെ അതാ റജില താത്താനോട് പറഞ്ഞിട്ട് പോകാൻ റജില താത്ത വീഡിയോയിൽ വരുന്നതിനെ കൊണ്ട് റജില താത്ത ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ റജില താത്താനോട് ബൈ പറഞ്ഞ് നമ്മൾ നേരെ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ റൂട്ടൊക്കെ അങ്ങോട്ട് കയറിയിട്ടോ. ഇനിയിപ്പോൾ ഇങ്ങോട്ടായിട്ട് വണ്ടി ഇറങ്ങിയ ടൈം ഒഴുകണ്ടെന്ന് ഇരുന്നിട്ട് പോകുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ മീറ്റിങ്ങൊന്നും തുടങ്ങിയിട്ടില്ല. തങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ടീച്ചർ കേട്ടോ UKG ടീച്ചറായിരുന്നു. ഇതല്ല കേട്ടോ എൻ്റെ ക്ലാസ് ടീച്ചർ. എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ആ തിരക്കാവുകൊണ്ട് എനിക്ക് ടീച്ചറിൻ്റെ മിസ്സിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കൈ കൊടുക്കുന്ന വീഡിയോ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ അതവിടെ ഫാത്തിഹ ഓതി പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞങ്ങാണ്ട് അവരവരെ മീറ്റിങ്ങും അവരവിടെ കാര്യങ്ങളൊക്കെ പറച്ചിലൊക്കെ തുടങ്ങിക്കൊണ്ട് പിന്നെ തങ്ങളെ കുറച്ച് നേരത്തെ ക്ലാസ് ഉണ്ടായിരുന്നു, പേരൻറ്റിങ് ക്ലാസ്. പിന്നെ പേരൻറ്റ് ക്ലാസ്സിന് വേറൊരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ സംസാരം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. മക്കളെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടതെന്നൊക്കെ അത് പറയുന്നത് ശരിയാണ്. ആൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതവിടെ ട്യൂഷൻ സെൻറ്ററത്തെ എന്തൊരു ഇതാണ്. പിന്നെ മിസ്സുമാർ അതൊരു മിസ്സാട്ടോ. വെള്ളം അതേപോലെ തന്നെ കപ്പ് കേക്കോ കൂടെ. പിന്നെ ഇതാട്ടോ എൻ്റെ മിസ്സും. പിന്നെ ഞങ്ങളവിടുത്തെ നാത്തൂൻ്റെ അടുത്ത് എത്തിക്കാക്കും കേട്ടോ. ആളിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിരിക്കണം. അപ്പോൾ ആൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ വെറുതെ ഷൂട്ട് ചെയ്തോട്ടെ. പിന്നെ ഞങ്ങളവിടുന്ന് ഇറങ്ങിങ്ങാണ്ട് മുട്ടായി മേടിച്ചങ്ങാണ്ട് പോരും കേട്ടോ. മൂത്തശ്ശി അവൾക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ബൈ